അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമായ രംഗങ്ങളിലും പാലിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഇസ്ലാമിലെ വിശ്വാസ സിദ്ധാന്തങ്ങളുടെ അടിത്തറയാണ് അള്ളാഹുവിലും പരലോകത്തിലും ഉള്ള വിശ്വാസം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ ഏറ്റവും ഊന്നൽ നൽകി പ്രബോധനം നൽകിയ വിഷയങ്ങളാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം. ഇതിൽ പരലോക വിശ്വാസത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസ കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണ് പരലോകത്തിലുള്ള വിശ്വാസം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയുണ്ടായി. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ ബഅസ് ബഅദൽ മൗത്ത്. വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസകാര്യങ്ങളിൽ അടിസ്ഥാനപരമായി ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ വിശ്വസിക്കേണ്ട വിശ്വാസ കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണ് പരലോകത്തിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. പരലോക വിശ്വാസത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ യശ്മിലുൽ ഈമാന ബികുല്ലി മാ അഖ്ബറ ബിഹി വറസൂലഹു മിമ്മാ യകൂനു ബഅദൽ മൗത്ത്. അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും പ്രവാചകനും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മരണത്തിൻ്റെ ശേഷമുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്നാണ്. അഥവാ മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമായി കടന്നു വരുന്ന മരണത്തെക്കുറിച്ചും അതിൻ്റെ ശേഷമുള്ള ബർസഖിയായ ജീവിതത്തെക്കുറിച്ചും ഖബറിലെ ജീവിതത്തെക്കുറിച്ചും അതിനുശേഷം മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, വിചാരണ, അതുപോലെ തന്നെ നന്മ തിന്മകളുടെ സന്തുലനം, അത് തൂക്കിക്കണക്കാക്കൽ, മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെയുള്ള വിശ്വാസം സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് യൗമുൽ ആഖിറിലുള്ള വിശ്വാസം എന്നാണ്. ഇത് ഉറപ്പായ ഒരു വിശ്വാസം ഇതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് ഉണ്ടാവണം. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, പുണ്യം എന്നാൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തുരിക്കലും
ഖിബലയുടെ വിഷയത്തിൽ സംശയവും തർക്കവും ഉന്നയിക്കലുമല്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. പുണ്യം ലഭിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞത് തന്നെ സൃഷ്ടിച്ച, തനിക്ക് ജീവൻ നൽകിയ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അന്ത്യദിനത്തിലും പരലോകത്തിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളിലുള്ള, അതേമാതിരി വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലുമുള്ള വിശ്വാസമാണ് എന്നാണ്. സത്യത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാക്കുന്ന അവൻ അടിസ്ഥാനപരമായ വിശ്വാസമാണ് പരലോക വിശ്വാസം എന്നത്. തൻ്റെ ഭൗതിക ലോകത്തിലെ ഈ ജീവിതം വെറുതെ അല്ല എന്നും അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നും മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത് പരലോകത്തിലുള്ള വിശ്വാസമാണ്. പരലോകത്തിൽ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമെന്നുള്ള ചിന്തയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പങ്കുവെക്കുന്നത്. ഈ ഒരു ചിന്ത മനുഷ്യനെ സൽക്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഭൗതിക ലോകത്തിലെ സർവ്വ കർമ്മങ്ങളും, അത് രഹസ്യമായാലും പരസ്യമായാലും, എല്ലാ കർമ്മങ്ങളും പരലോകത്ത് അള്ളാഹു പരിശോധിക്കുകയും വിചാരണ നടത്തുകയും ചെയ്യുമെന്നാണ്. സൂറത്തു താരിഖിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. യൗമ തുബ്ലസ് സറായിർ, പരലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സർവ്വരഹസ്യങ്ങളും അവൻ ഗോപ്യമായി ആരും അറിയാതെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്, വിചാരണ നടത്തപ്പെടുന്ന ദിവസമാണ്, അതിൻ്റെ രക്ഷയും ശിക്ഷയും വിധിക്കപ്പെടുന്ന ദിവസമാണ്. അപ്പം ഭൗതികലോക ജീവിതത്തിൻ്റെയും അതിൻ്റെ പ്രത്യേകതകളും മനുഷ്യൻ്റെ പ്രകൃതിപരമായ പ്രത്യേകതകളൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പരലോകം ഉണ്ട് എന്ന് നിഷേധിക്കുവാൻ സാധ്യമല്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് 2 ഘടകങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ബോഡിയും മറ്റൊന്ന് മനുഷ്യൻ്റെ റൂഹ്, ആത്മാവുമാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത പ്രതിഭാസമാണ്. മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുതരം ഊർജത്തിൻ്റെ പ്രവാഹമാണ് ആത്മാവ്. ഈ ആത്മാവാണ് മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും അവനെ മുന്നോട്ട് ഗമിക്കാൻ പ്രചോദനം നൽകുന്നതും ആത്മാവാണ്. അതുപോലെ തന്നെ മനുഷ്യന് അള്ളാഹു നൽകിയ അപാരമായ ബുദ്ധിശക്തി, അവനെ ചിന്തിക്കാനും പഠനം നടക്കുവാനും മനനം നടത്തുവാനും അവൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ ഉത്തമമാക്കുവാനും അവന് പ്രചോദനം നൽകുകയാണ്. മനുഷ്യന് ഇത്രയധികം പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നൽകി അള്ളാഹു മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ലോകത്തിലെ മറ്റനേകം കോടി സൃഷ്ടിജാലങ്ങളെപ്പോലെ, പ്രാണികളെപ്പോലെ, ജന്തുജാലങ്ങളെപ്പോലെ ഈ ലോകത്ത് ജീവിച്ച് മണ്ണടിയാനായിരുന്നു എങ്കിൽ അള്ളാഹു ഇത്ര വലിയൊരു ബുദ്ധിശക്തിയും അവന് ആത്മാവും ചിന്താശക്തിയും ഒന്നും നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ മനുഷ്യൻ ഇതെല്ലാം നൽകിയത് അവന് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിനാണ് നൽകിയത്. അത് വിളിച്ചു പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ലോകം ഈ ലോകത്തോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ ഇത്ര ഉത്കൃഷ്ടമായി ഉദാത്തമായ ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഒക്കെ നൽകിയിട്ടൊരു സൃഷ്ടിപ്പ് അള്ളാഹു നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. മറ്റ് ജീവജാലങ്ങളെപ്പോലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. മനുഷ്യനെ അതിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് പരലോകം എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ കർമ്മങ്ങൾക്ക് ഇവിടെ നീതിപൂർവമായ പ്രതിഫലം ലഭിക്കുന്നില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനും, അതുപോലെ തന്നെ ആത്മാർത്ഥതയില്ലാത്ത അവൻ്റെ ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ഒരു ജോലിക്കാരനും ലഭിക്കുന്ന കൂലി, ശമ്പളം ഒന്നാണ്. സത്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ വ്യത്യസ്തമുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് നീതിപൂർവമായ പ്രതിഫലം ഇവിടെ ലഭിക്കുന്നില്ല. നൂറുകണക്കിന് നിരപരാധികളെ ബോംബിട്ട് കൊലപ്പെടുത്തുകയും അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ
വരുന്നില്ല, അവർ പിടിക്കപ്പെടുന്നില്ല, പിടിക്കപ്പെട്ടാൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ ആ ശിക്ഷ അവരുടെ കുറ്റത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇടം വേണം എന്നുള്ളത് ഭൗതിക ലോകത്തിലെ ഈ ഒരു ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുകയും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു ലോകം യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് ഗമിക്കാൻ പ്രചോദനം നൽകുന്നത്. ആ ഒരു പ്രതീക്ഷയുടെ ലോകമാണ് പരലോകം എന്നുള്ളത്. മനുഷ്യൻ്റെ എക്കാലത്തെയും ആഗ്രഹമാണ് മരണത്തെ തോൽപ്പിക്കുക എന്നുള്ളത്, വാർദ്ധക്യത്തെ അതിജയിക്കുക എന്നുള്ളത്. അല്ലേ? ഭൗതിക ലോകത്ത് മനുഷ്യന് അത് സാധിച്ച് കൊള്ളണം എന്നില്ല. ഭൗതിക ലോകത്തിന് അവൻ്റെ പ്രവർത്തനങ്ങളിൽ ആ ഒരു കാര്യം അവന് ലഭിച്ചു കൊള്ളണം എന്നില്ല. വാർദ്ധക്യത്തെ തോൽപ്പിക്കുവാൻ അവന് സാധ്യമല്ല, മരണത്തെ തോൽപ്പിക്കുവാൻ അവന് സാധ്യമല്ല. അതെല്ലാം പൂർത്തീകരിക്കുന്നത് പരലോകത്ത് വെച്ചാണ്. അല്ലേ? പരലോകത്ത് വെച്ച് ആണ്. മരണം തേടി വരാത്ത, ജരാനരകൾ ബാധിക്കാത്ത, ഭയപ്പാടില്ലാതെ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ലോകം അത് പരലോകമാണ് എന്നാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് എല്ലാ വിഷയത്തിലും അവൻ തർക്കത്തിലാണ്. എല്ലാ വിഷയവും തങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് ഓരോരുത്തരും ഇവിടെ വാദിച്ചു ജയിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക വിഷയങ്ങളിലുമൊക്കെ ഭിന്നിപ്പ് കാണാം. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പരലോകത്ത് ചെല്ലുമ്പോൾ അതിലൊക്കെ ഒരു തീർപ്പുണ്ടാവുമെന്ന്. ഹാദായോമുൽ ഫസൽ ജമാനാകും വൽ അവ്വലീൻ. ഇത് തീരുമാനത്തിൻ്റെ ദിവസമാണ്. നിങ്ങളെ നാം ഇതാ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ ആളുകളെയും നാം ഇതാ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. തീരുമാനത്തിൻ്റെ ദിവസം അത് അള്ളാഹു സമയം നിശ്ചയിച്ചതാണ്, അള്ളാഹു നിർണയിച്ചതാണ് ആ സമയം. അപ്പം തീരുമാനത്തിൻ്റെ ദിവസം, മനുഷ്യൻ്റെ തർക്കങ്ങളിലൊക്കെ തന്നെ തീരുമാനമുണ്ടാകുന്ന ദിവസം, ആ ദിവസമാണ് പരലോകം എന്നുള്ളത്. പക്ഷേ ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള ജനങ്ങളിൽ അവിശ്വാസികളായ വിഭാഗം ഈ പരലോക വിശ്വാസത്തെ നിരാകരിക്കുന്നതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്ത് തഗാബുൻ 7-ാമത്തെ വചനത്തിൽ, സഅമല്ലദീന കഫറു വല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. അവിശ്വാസികളായ ആളുകൾ പറയുന്നുണ്ട്, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല, ഈ ലോകത്തിലെ ജീവിതത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്, ഇനിയൊരു മറ്റൊരു ജീവിതമില്ല. നബിയെ പറഞ്ഞേക്കുവാൻ എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കപ്പെടുന്നത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. ആദ്യമായി ഉണ്ടാക്കിയ അള്ളാഹുവിന് വീണ്ടും പുനർസൃഷ്ടി നടത്തുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. വദാലിക അലല്ലാഹി യസീർ. അത് അള്ളാഹുവിന് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്, പ്രയാസരഹിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മനുഷ്യൻ ഭൗതികമായ ആഡംബരങ്ങളുടെ അതിപ്രസരത്തിൽ പരലോകത്തെ നിഷേധിക്കുകയാണ്. ഭൗതിക സുഖാഡംബരങ്ങൾ ആസ്വദിക്കുന്നതിനിടയിൽ പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാവുകയാണ്. ഭൗതിക ലോകത്തിലെ ചിന്തകളാണ് അവർക്കുള്ളത്. ഇവിടുത്തെ പാർപ്പിടം, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ ധനസമ്പാദനം തുടങ്ങിയ ഭൗതിക സുഖാഡംബരങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അവർ. യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ഭൗതിക ലോകത്തിലെ പ്രകടമായ കാര്യങ്ങളാണ്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്, അവർ ചിന്തിക്കുന്നത്, അതവർക്കറിയാം.
എന്നാലോ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. അങ്ങനെയുള്ളൊരു ചിന്തയില്ല അവർക്ക്. ഇഹലോകത്തിൻ്റെ കാര്യത്തിലാണ് ടെൻഷൻ. അതിലെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഓരോരോ പ്രശ്നങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഓടി നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പരലോകമോക്ഷം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ അശ്രദ്ധമായി പോവുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവേണ്ടത് നാളെ എൻ്റെ പരലോകത്തിൻ്റെ കാര്യം എന്താകും എന്നുള്ള വിഷയത്തിലാണ്. അപ്പം പരലോക ചിന്ത എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മുഖ്യ അജണ്ടയായി മാറണം എന്നാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും, അല്ലേ? അവന് പരലോക മോക്ഷം ലഭിച്ചു. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഭൗതിക ലോകത്തിൻ്റെ സുഖാഡംബരങ്ങളിലേക്കും ലഭിക്കും, പരലോക മോക്ഷവും ലഭിക്കുമെന്നാണ്. ഭൗതിക ലോകത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒന്നും അവനൊരു വിഷയമാവില്ല, അത് അവനെ ബാധിക്കൂലാണ്. അനസുബിന് മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി പറയുന്നുണ്ട്, മൻ കാനൽ ആഖിറത്ത് ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി. ഒരാൾ പരലോകത്തിൻ്റെ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ്റെ മനസ്സിൽ അല്ലാഹു ഐശ്വര്യം ഇട്ടുകൊടുക്കും. അവന് ലഭിച്ച കാര്യങ്ങളിൽ അവന് സമ്പന്നത, അവന് ലഭിച്ച കാര്യങ്ങളിൽ സംതൃപ്തി അവന് ലഭിക്കും എന്നാണ്. അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് അള്ളാഹു നടത്തിക്കൊടുക്കും. ഭൗതികമായ സുഖസൗകര്യങ്ങൾ അവൻ ആഗ്രഹിക്കാതെ തന്നെ അവന് വന്നു കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുത്തൻ വമൻ കാനത്തി ദുന്യാ ഹമ്മഹു, ഒരാളുടെ മുഖ്യ ലക്ഷ്യം ഭൗതിക ലോകമായി തീർന്നാൽ അവൻ്റെ കാര്യങ്ങൾ നടക്കാതെ വരും. അവൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഭിന്നിപ്പുണ്ടാകും. വലം യഅ്തിഹി മിനദ് ദുന്യാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, ഭൗതിക ലോകത്തിൽ നിന്നും അള്ളാഹു എന്താണോ അവന് നിശ്ചയിച്ചത് അത് മാത്രമേ അവന് ലഭിക്കൂ. അവനെത്ര ഓടി നടന്നാലും, അവനെത്ര പരിശ്രമിച്ചാലും, അവനെത്ര സംരംഭങ്ങൾ തുടങ്ങിയാലും അള്ളാഹു എന്താണോ അവൻ ഉദ്ദേശിച്ചത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. പരലോകം അവന് നഷ്ടപ്പെട്ടു പോകും. ഇഹലോകത്ത് വെച്ച് അള്ളാഹു ഉദ്ദേശിച്ചതേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പരലോകവും കിട്ടും ഇഹലോകവും കിട്ടും എന്നാണ്, അല്ലേ? അവന് അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പാഴാക്കൂല. പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ അത് അള്ളാഹു സ്വീകരിക്കും നന്ദിയോടുകൂടി. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകം ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ വഹുവ മുഅ്മിനൂൻ, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും പരലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ ആ പ്രവർത്തനമുണ്ടല്ലോ, അവരുടെ ആ ചെയ്തികളുണ്ടല്ലോ, അത് നന്ദിയോടുകൂടി അള്ളാഹു സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ്. നാലാമത്തെ ഖലീഫയായ അലി ഇബ്നു അബീ താലിബിൻ്റെ വചനങ്ങളുണ്ട്, അത് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇർത്തഹലത്തി ദുന്യാ മുദ്ബിറ വർത്തഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ദുന്യാവിത ഓരോ ദിവസം കഴിയുന്തോറും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറത്ത് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണത്തിലേക്കും ആഖിറത്തിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലാകിൻ ലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ. ഈ ഭൗതിക ലോകത്തിനും ആഖിറത്തിനും കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിലെ മോക്ഷം കാംക്ഷിക്കുന്ന ആളുകളായി മാറണം. വലാ തകൂനൂ മിൻ അബ്നാഇ ദുന്യാ, ഭൗതിക ലോകത്തിൻ്റെ ആളുകളായി നിങ്ങൾ മാറരുത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈനൽ യൗമ അമലും വലാ ഹിസാബ്. ഇന്ന് പ്രവർത്തനം നടത്താൻ പറ്റിയ ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് അമല് ചെയ്യാം, ഇന്ന് നിങ്ങളെ വിചാരണ ചെയ്യാൻ ആരുമില്ല. എന്നാൽ വഗദൻ ഹിസാബും വലാ അമൽ, നാളെ നിങ്ങളുടെ വിചാരണ ദിവസമാണ് പരലോകം എന്നുള്ളത്. നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ നടത്തപ്പെടുന്ന ദിവസമാണ്. വലാ അമൽ, അവിടെ അമല് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള അവസരമില്ല. ആ അവസരം മരണത്തോടുകൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ നിങ്ങളുടെ ജീവിതം സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമാക്കണമെന്ന്
അള്ളാഹു ഉണർത്തുകയാണ്, നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ് എന്നാണ്. അല്ലേ? 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, ദുന്യാ ദാറു അമലിൻ വൽ ആഖിറത്തു ദാറു ജസാ. ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനത്തിൻ്റെ ഇടമാണ്. വൽ ആഖിറത്തു ദാറു ജസാ, പരലോകം എന്ന് പറഞ്ഞത് പ്രതിഫലം ലഭിക്കുന്ന ദിനമാണ്. അതുകൊണ്ട് ഫമല്ലം യഅമൽ ഹുനാ നദിമ ഹുനാക്ക്, ഇവിടെ ഒരുത്തൻ പരലോകത്തിന് വേണ്ടി അമൽ ചെയ്തിട്ടില്ല എങ്കിൽ, പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവൻ അവിടെ പരലോകത്ത് വരുമ്പോൾ അവന് ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുവാൻ മനുഷ്യരോരോരുത്തരും തന്നെ തങ്ങളുടെ കർമ്മങ്ങൾ ഭൗതിക ലോകത്തിൽ വെച്ച് പരലോകത്തിലേക്കുള്ള കർമ്മങ്ങൾ കൊണ്ട് ജീവിതം നിരതമാക്കണം, സമ്പന്നമാക്കണം, സമ്പുഷ്ടമാക്കണം. ആ അമലുകളാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ്. അപ്പോൾ പരലോകത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. ഈ ഭൗതിക ലോകവും അങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാശത്തിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതിക ലോകം. പരലോകത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ നാശമാണ്, പ്രപഞ്ചത്തിൻ്റെ നാശമാണ്. പ്രപഞ്ചം നശിക്കുന്നതിൻ്റെ മുന്നോടിയായി അതിൻ്റെ ചില ലക്ഷണങ്ങൾ പ്രപഞ്ചം കാണിക്കുമെന്നാണ്, ലോകം കാണിക്കുമെന്ന് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. ആ ലക്ഷണങ്ങളെ നമുക്ക് രണ്ടായി വിഭജിക്കാൻ സാധിക്കും. ഒന്ന്, പ്രപഞ്ചത്തിൻ്റെ നാശത്തിൻ്റെ മുന്നോടിയായി ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ അടയാളങ്ങളാണ്. ധാർമ്മികമായി അധപ്പതനമുണ്ടാകുക, ധനത്തിൻ്റെ അമിതമായ പ്രവാഹമുണ്ടാകുക, മനുഷ്യർക്കിടയിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടുക, വ്യഭിചാരം സാർവത്രികമാകുക, കാലം ചുരുങ്ങി വരിക, ലോകത്ത് ഭൂകമ്പങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക, കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുക തുടങ്ങിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളത് പരിശോധിക്കുമ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി വരാൻ പോകുന്ന ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെന്ന് പറഞ്ഞത് അത് ലോകാന്ത്യത്തിൻ്റെ തൊട്ട് മുമ്പായി സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. അതിനെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളുമായിട്ട് പറയുന്നുണ്ട്. അന്ത്യദിന തൊട്ടടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അന്ത്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യൻ്റെ ബുദ്ധിക്ക്, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാകുന്ന ചില അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ. അതിൽപ്പെട്ട അടയാളമാണ് ദാബത്തുൽ അർള്, യഅ്ജൂജ് മഅ്ജൂജ്, ഈസാ നബിയുടെ ആഗമനം, ദുഹാൻ ഒരു പുക പുറപ്പെടുക എന്നുള്ളത്, ദജ്ജാലിൻ്റെ ആഗമനം, സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുക, മഹ്ദിയുടെ ആഗമനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ദാബത്തുൽ അർള് ഒരു മൃഗം വന്ന് മനുഷ്യനോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതും യഅ്ജൂജ് മഅ്ജൂജ് 2 വിഭാഗത്തിൻ്റെ ആഗമനവും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഖുർആനിൽ വ്യംഗ്യമായി പറയുകയും ഹദീസിൽ വ്യക്തമായി പറയുകയും ചെയ്ത കാര്യങ്ങളാണ് ഈസാ നബിയുടെ ആഗമനവും മനുഷ്യരെ ആകെ ബാധിക്കുന്ന ഒരു പുകയുടെ പുറപ്പാടിനെക്കുറിച്ചും. ഹദീസിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ദജ്ജാലിൻ്റെ ആഗമനവും സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കലും മഹ്ദിയുടെ ആഗമനവും ഒക്കെ. ഏതായാലും ഈ അടയാളങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷമാണ് ലോകത്തിൻ്റെ നാശം ഉണ്ടാകുന്നത്. ഈ അടയാളങ്ങൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ ലോകത്ത് ബാക്കിയാകുന്നത് മനുഷ്യരിൽപ്പെട്ട ഏറ്റവും മോശം വിഭാഗമാണ്. സാംസ്കാരികമായും വൈജ്ഞാനികമായും മതപരമായ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവർ അധപ്പതിച്ച് ഏറ്റവും മോശം വിഭാഗം ആളുകളായി അവർ മാറും. റസൂൽ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ ഇല്ലാ അലാ ശിറാറിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകളിലാണ് അന്ത്യദിനം സംഭവിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ലോകനാശവും ലോകത്തിൻ്റെ നാശത്തിന് ശേഷമാണ് മഅ്ശറയും വിചാരണയും ഒക്കെ നടക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസം, ദൃഢമായൊരു വിശ്വാസം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവണം.
പരലോകത്തിലെ മോക്ഷമാണ് ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് വിശ്വാസികൾ ഇവിടെ കാഴ്ചവെക്കേണ്ടത്. അത്തരം പരലോകമോക്ഷം ലക്ഷ്യം വെക്കുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം. റബ്ബ് തആല അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.